ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബനാന ഷേക്കാണ്. വളരെ ടേസ്റ്റും ഇത് കഴിക്കാൻ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം എന്നൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാനൊരു 5 പഴം എടുത്തുന്നത്. ഞാൻ ഇവിടെ ആണിപ്പൂവെന്നോ ഇതിന് ഞാലിപ്പൂവൻ എന്നൊക്കെ പേരുണ്ട്. അങ്ങനത്തെ ഒരു 5 പഴം എടുത്തുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് റോബസ്റ്റിൻ്റെ പഴം അല്ലെങ്കിൽ മൈസൂർ പഴമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം മാത്രം ചേർത്ത് കൊടുക്കണ്ട. ഇനി അത് ഞാൻ 5 മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പിസ്തയാണ്, പിന്നെ കുറച്ച് ആവശ്യത്തിന് മധുരം. അപ്പോൾ ഞാൻ 5 പഴം എടുത്തുകൊണ്ട് തന്നെ ഒരു 1.5 കയ്യിൽ മധുരം ചേർത്തിട്ടുള്ളൂ, ചെറിയ കയ്യിലിന്. ഇനി അതിലേക്ക് കാച്ചി തണുപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് കട്ടപ്പാൽ ചേർക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് കട്ടപ്പാലും കുറച്ച് ലൂസായ പാലും ചേർത്ത് കൊടുക്കുക. കുറേ ആൾക്കാർക്ക് നല്ല തണുപ്പ് പറ്റാത്ത ആൾക്കാരുണ്ടാകുമല്ലോ. ഇനി ആദ്യം ഞാൻ കുറച്ച് പാൽ ചേർത്ത് അടിച്ചിങ്ങനെ ഇനി ബാക്കിയുള്ള കട്ടപ്പാലും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ വളരെ ടേസ്റ്റില്ല ബനാന ഷേക്ക് ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുറച്ച് സാധനമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അതുപോലത്തെ സിമ്പിൾ റെസിപ്പി ആയിട്ട് ഇനിയും വരട്ടോ.